ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയാണെങ്കിൽ തിരിച്ച് കരുണാലയത്തിൽ എത്തുന്നുണ്ട്. കരുണയോടാണെങ്കിൽ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ നീ ആകെ മൊത്തം സങ്കടത്തിലും ദേഷ്യത്തിലൊക്കെ ആണല്ലോ, എന്തുകൊണ്ട് ആഹാരം പോലും കഴിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട്, എനിക്ക് ആകെ മൊത്തം സമാധാനക്കേട് വന്നിരിക്കുകയാണ്. ആ മഹാലക്ഷ്മി ആണെങ്കിൽ ഒരമ്മയാവാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായില്ലേ? എൻ്റെ കുഞ്ഞിനെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കൊന്നു കളഞ്ഞില്ലേ? ഇനിയിപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ മുത്തശ്ശിയോടും പ്രതാപനോടാണെങ്കിൽ കരുണ സംസാരിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം അവളാണ്. അവൾക്ക് വെച്ച കെണിയിൽ എൻ്റെ പൊന്നുമോൾ അറിയാതെ വന്ന് പെട്ടതല്ലേ. എന്തായാലും നീ പേടിക്കണ്ട, അവളുടെ കുഞ്ഞിനെ നമ്മൾ തന്നെ ഇല്ലാതാക്കിയിരിക്കും. അത് മുത്തശ്ശി തരുന്ന വാക്കാണ്. അപ്പം മുത്തശ്ശിയോട് നമ്മുടെ കരുണ പറയുന്നുണ്ട്, ഇതുപോലെ ഒരുപാട് വാക്കുകൾ എനിക്ക് മുത്തശ്ശിയും അച്ഛനും തന്നിട്ടുണ്ട്, പക്ഷേങ്കിൽ അതൊന്നും ഇതുവരെയായിട്ടും നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കരുണയാണെങ്കിൽ എനിക്കിനി ആഹാരവും വേണ്ട, ഒന്നും വേണ്ട, ഇനി അവളുടെ കുഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് പോയാൽ മാത്രമേ ഞാൻ എന്തെങ്കിലും കഴിക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ പ്രതാപനോടും മുത്തശ്ശിയോടും പറഞ്ഞ് കരുണയാണെങ്കിൽ അകത്തോട്ട് കയറി പോവുകയാണ് ചെയ്യുന്നത് തന്നെ. മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനുമായിട്ട് പറയുന്നുണ്ട്, പ്രതാപ ഇനി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന് അസുഖം വല്ലതും വരും. അവളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ആ മഹാലക്ഷ്മിക്ക് തക്കതായ ശിക്ഷ തന്നെ നമുക്ക് കൊടുക്കണം. അവളൊരു അമ്മയാവാൻ നമുക്കൊരിക്കലും അവളെ വിടാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവളുടെ ആ കുഞ്ഞിനെ നമുക്ക് ഇല്ലാതാക്കണം. എങ്കിലും മാത്രമേ കരുണമോള് സന്തോഷിക്കുകയുള്ളൂ. കരുണമോള് പറഞ്ഞത് നീ കേട്ടില്ലേ? അവൾക്ക് നമ്മൾ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെങ്കിൽ അതൊന്നും ഇതുവരെയായിട്ടും നടന്നിട്ടില്ല. പക്ഷെങ്കിൽ ഇതെങ്കിലും നടന്ന എൻ്റെ മോളെ സന്തോഷിപ്പിക്കണം എന്നൊക്കെ നമ്മുടെ പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ പരസ്പരം പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മഹിയും കണ്ണനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. ഒരച്ഛനും അമ്മയാവാൻ പോകുന്ന സന്തോഷത്തിൽ മഹിയും കണ്ണനുമാണ്. അപ്പം മഹിയാണെങ്കിൽ പറയുന്നുണ്ട്, കണ്ണേട്ട കുഞ്ഞിന് വേണ്ട എല്ലാ കുഞ്ഞുടുപ്പുകളും ഞാൻ ഇന്ന് തന്നെ പോയി മേടിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്കിതൊന്നും കാത്തിരിക്കാനേ വയ്യ. കണ്ണേട്ടനാണെങ്കിൽ നമ്മുടെ മഹിക്കയുടെ എന്ത് ആഗ്രഹമാണെങ്കിലും അതങ്ങ് സാധിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കണ്ണനും മഹിയാണെങ്കിൽ അവർ ഒരുമിച്ച് തന്നെ പോയി കുഞ്ഞിന് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊണ്ടുവരുന്നുണ്ട്. റൂമിലെത്തിയ മഹിയും കണ്ണനാണെങ്കിൽ കുഞ്ഞിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. കുഞ്ഞ് ആണാണോ പെണ്ണാണോ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിന്നെപ്പോലെ മതി എന്നൊക്കെയാണ് കണ്ണൻ മഹിയോട് പറയുന്നത് തന്നെ. അന്ന് രാത്രി തന്നെ ശത്രുക്കളെല്ലാവരും കൂടെ വലിയൊരു പദ്ധതി തന്നെ ഇടുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആ കണ്ണൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ സ്വത്തുക്കൾ മൊത്തം അവൻ്റെ പേരിലേക്കാണ് പോകുന്നത്, നമുക്കൊന്നും ഒരു തുള്ളി സ്വത്ത് പോലും കിട്ടില്ല എന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട്. അപ്പം മേഘൻ പറയുന്നുണ്ട്, അത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. കാരണമെന്ന് വെച്ചാൽ അവനൊരു കുഞ്ഞു പറഞ്ഞാൽ ആ കുഞ്ഞിനായിരിക്കും അവൻ്റെ എല്ലാ സ്വത്തുക്കളും അവൻ എഴുതി വയ്ക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, നിനക്കൊരു അച്ഛനാവാൻ കഴിയാത്തതിൻ്റെ വിഷമം ഈ അമ്മയ്ക്ക് മനസ്സിലാവും. പക്ഷെങ്കിൽ എന്ത് ചെയ്യാനാ, ആ കരുണ എന്ന് പറയുന്നവൾ നിൻ്റെ ഭാര്യ ആണെങ്കിലും അവൾ എന്താണോ വിചാരിക്കുന്നത് അത് നടത്തിയെടുക്കും. ഇപ്പോൾ അവൾ നിൽക്കുന്നത് ഡിവോഴ്സ് വേണമെന്നുള്ളതിൽ തന്നെയാണ്. ഞാനിപ്പോൾ എന്താ മോനെ ചെയ്യേണ്ടത്? എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. എൻ്റെ മോൻ്റെ ഈ സങ്കടം കാണുമ്പോൾ ഈ അമ്മ എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ ദുർഗയാണെങ്കിൽ ഇങ്ങനെ ഒരു പകച്ചു നിൽക്കുന്ന ദൃശ്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ. പിറ്റേന്ന് രാവിലെ തന്നെ ഉണ്ണി കരുണയെ കാണാൻ വേണ്ടി കരുണാലയത്തിൽ പോകുന്നുണ്ട്. അവിടെ ചെന്ന കരുണയാണെങ്കിൽ പറയുന്നുണ്ട്, എന്തിനാ നിങ്ങൾ എന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ ഇങ്ങോട്ടേക്കൊന്നും വരാൻ പാടില്ല. ഡിവോഴ്സ് നോട്ടീസ് അയക്കുമ്പോൾ അതിലൊരു ഒപ്പിട്ട് തന്നാൽ മാത്രം മതിയെന്ന്. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? എൻ്റെ മനസ്സ് മാറാൻ വേണ്ടിയിട്ടാണോ? എങ്കിൽ അതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല ഉണ്ണിയേട്ടാന്ന് പറഞ്ഞ് കരുണ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് കരുണെ, നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല ജീവിതം. നിനക്ക് ഇപ്പോഴും കുട്ടിക്കളിയാണ്. നീ ഇതൊക്കെ മറന്ന് നീ എൻ്റെ വീട്ടിലോട്ട് വാ, അവിടെ നമുക്ക് അമ്മയൊക്കെ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് വരണം? അവളുടെ ആ അഹങ്കാരമൊക്കെ കാണാൻ ഇനി എന്നെ അവിടെ കിട്ടില്ല. കാരണം ഞാൻ ഇനി അങ്ങോട്ടേക്ക് ഒരിക്കലും വരില്ല. ഒരമ്മയാവുക എന്നുള്ളത് എനിക്ക് നഷ്ടപ്പെട്ടു. പണമോ സ്വത്തോ നിങ്ങൾക്കും ഇല്ല, പിന്നെ എന്തിനാണ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത്? ഇങ്ങനെയൊക്കെ കരുണ പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെ സ്വത്തും പണമൊന്നും കണ്ടിട്ടല്ല ഒരാളെ സ്നേഹിക്കേണ്ടതും അയാളുടെ കൂടെ നിൽക്കേണ്ടതും. നീ ആഗ്രഹിച്ച പോലെ ലൈഫ് ഞാൻ നിനക്ക് തരാം, പക്ഷേങ്കിൽ കുറച്ച് സമയമെടുക്കും എന്ന് മാത്രം ഉണ്ണി പറയുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, എല്ലാം ആയിട്ട് മാത്രം എൻ്റെ അടുത്ത് വന്നാൽ മതി, എനിക്കിപ്പോൾ നിങ്ങളെ കാണണ്ടെന്നൊക്കെ പറഞ്ഞ് കരുണയാണെങ്കിൽ അകത്തോട്ട് കയറി പോവുകയാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, അവളുടെ സ്വഭാവം ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ചിട്ട് സ്വന്തം വീട്ടിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ തോമസ് സാറാണെങ്കിൽ നമ്മുടെ കണ്ണനെയും മഹിയെയും വിളിപ്പിക്കുന്നുണ്ട്. ആശുപത്രിയിലോട്ടൊന്ന് നിങ്ങൾ വരണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തോമസ് സാറിനെ കാണാൻ വേണ്ടി കണ്ണനും മഹിയും എത്തുന്നുണ്ട്. എന്താ സാറേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമെന്ന് പറയാൻ മാത്രം ഒന്നുമില്ലെങ്കിലും ഇപ്പം എന്ന് വെച്ചാൽ മഹിയുടെ ഹെൽത്തിന് ഒരുപാട് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ കാണിക്കുന്നത്. അത് പറയാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. പക്ഷെങ്കിൽ ഒട്ടും പേടിക്കൊന്നും വേണ്ട, കുഞ്ഞിനും അമ്മയ്ക്കും യാതൊന്നും സംഭവിക്കില്ല, അത് ഞാൻ തരുന്ന ഉറപ്പാണെന്നൊക്കെ തോമസ് സാറ് പറയുന്നുണ്ടെങ്കിലും മഹിക്ക് ഒരു സമാധാനവും ഇല്ല.
മഹിയാണെങ്കിൽ അങ്ങനെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോകുന്നുണ്ട്. മഹിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ആ അമ്മയെ കണ്ടുമുട്ടിയാൽ മതിയെന്നായി. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ അമ്മ മഹിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ അമ്മയോട് മഹി ചോദിക്കുന്നുണ്ട്, അമ്മേ എനിക്കോ എൻ്റെ കുഞ്ഞിനോ എന്തെങ്കിലും കുഴപ്പം വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ അമ്മ പറയുന്നുണ്ട് വിഷമത്തോടെ, അതേ മോള് കേട്ടത് സത്യം തന്നെയാണ്. മോളുടെ കുഞ്ഞിന് മോൾക്ക് ചെറുതായിട്ട് ഒരു കുഴപ്പം വരും. ആ കുഴപ്പത്തെപ്പറ്റി അമ്മ പറയുന്നത് മോൾ മുഴുവനായിട്ട് കേൾക്കണം. മോളെ പേടിപ്പിക്കാനോ ഭയപ്പെടുത്താനോ ഒന്നും അമ്മ പറയുന്നതല്ല. മോളുടെ ഈ കുഞ്ഞ് നഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ മഹിയാണെങ്കിൽ ആകെ മൊത്തം തളരുന്ന ഒരവസ്ഥയിലാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം മഹി പറയുന്നുണ്ട്, ഇനി ഒരിക്കലും ഈ അവസ്ഥ മാറില്ലേ അമ്മേ. അപ്പോൾ അമ്മയാണെങ്കിൽ ഒന്നും പറയുന്നില്ല. അപ്പോഴേക്കും മഹിക്ക് കാര്യങ്ങളും മനസ്സിലായി. ഈ കുഞ്ഞ് തനിക്ക് വിധിച്ചതല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയ മഹിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് വരികയാണ് ചെയ്യുന്നത് തന്നെ. വീട്ടിലെത്തിയ മഹിയാണെങ്കിൽ കാത്തു നിൽക്കുന്നത് നമ്മുടെ ദുർഗ തന്നെയാണ്. ദുർഗയാണെങ്കിൽ മഹിയെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മഹിയെ കണ്ട ദുർഗയാണെങ്കിലും, നീ എന്താടി എന്നെ ഒരു അമ്മയാവാൻ പോവുക എന്നുള്ള ഒരു കാര്യമൊക്കെ നീ എല്ലാവരുടെ അടുത്തും മറിച്ച് വെച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇതെന്തായാലും കണ്ണൻ്റെ കുഞ്ഞല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ് എന്നൊക്കെ ദുർഗ പറയുമ്പോഴും മഹിയാണെങ്കിലും ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. മഹിയെ ഈ ഒരു രീതിയിൽ കണ്ടിട്ട് ദുർഗയാണെങ്കിൽ എന്താ ഇവളൊന്നും പറയാത്തത്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നാല് വർത്താനം തിരിച്ച് പറയുന്നവളാണല്ലോ, ഇവൾക്കിത് എന്ത് പറ്റിയെന്നൊക്കെ ദുർഗ ആലോചിക്കുന്നുണ്ട്. റൂമിലെത്തിയതിനു ശേഷം മഹിയാണെങ്കിൽ കണ്ണനോടും യാതൊന്നും സംസാരിക്കുന്നില്ല. കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്തായടോ അമ്പലത്തിൽ പോയിട്ട് ആ അമ്മയെ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ മഹിയാണെങ്കിൽ ആ കണ്ടു കണ്ണേട്ട എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അന്ന് രാത്രി തന്നെ മഹിയാണെങ്കിൽ ആ കയ്യബദ്ധം ചെയ്യുന്നുണ്ട്. തൻ്റെ കുഞ്ഞ് ഈ ലോകത്തില്ലെങ്കിൽ തനിക്കും ജീവിക്കേണ്ട എന്ന് തന്നെ മഹി ഉറച്ചു തീരുമാനം എടുക്കുന്നുണ്ട്. അന്ന് രാത്രി കുറച്ച് സമയം കഴിഞ്ഞ് കണ്ണനാണെങ്കിൽ കണ്ണ് തുറന്ന് നോക്കുമ്പോഴേക്കും മഹിയാണെങ്കിൽ ഫാനിലിങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ് കണ്ണൻ കാണുന്നത് തന്നെ. പെട്ടെന്ന് തന്നെ മഹിയെ എടുത്ത് അലറി വിളിച്ച് കണ്ണനാണെങ്കിൽ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കരഞ്ഞു നിൽക്കുന്ന കണ്ണനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ. ശത്രുക്കൾക്കൊക്കെ ഇത് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. ഉണ്ണിയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ ഈ ഒരു വിവരം കരുണയെ അറിയിക്കാൻ വേണ്ടി കരുണാലയത്തിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ കരുണയോട് ഈ ഒരു സന്തോഷ വാർത്ത പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് തുള്ളിച്ചാടുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് മുമ്പിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.